Hello all. നമ്മളിപ്പോൾ റൂട്ട് സർവീസ് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. റൂട്ട് സർവീസ് സ്റ്റെബിലിറ്റി. നമ്മൾ കൺട്രോൾ സിസ്റ്റം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒത്തിരി മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് റൂട്ട് സർവീസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് സോൾവ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതിന്റെ പ്രൊസീജിയർ എല്ലാം നമ്മൾ ഡിസ്കസ് ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ തരികയാണ്. 4s³ + 3s² + 2s + 5 = 0 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരികയാണ് എങ്കിൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ നമ്മൾ കാണുക? 1 + g of s × h of s = 0 ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുക. ഈ ക്വസ്റ്റ്യൻ ആൾറെഡി 1 + g of s × h of s ചെയ്ത് = 0 ചെയ്ത് കിട്ടിയ റെഡിമെയ്ഡ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. 4s³ + 3s² + 2s + 5 = 0. Okay, then we have to check whether the system having the characteristic equation is stable or not. Okay. So നമുക്ക് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം, നെസസറിയും സഫിഷ്യന്റും. നെസസറി കണ്ടീഷൻ എന്താണ്? ഇതിന്റെ എല്ലാ പവേഴ്സും അവൈലബിൾ ആണോ നോക്കുക. ആണ്. s³ ഉണ്ട്, s² ഉണ്ട്, s ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, വെൽ, എല്ലാത്തിന്റെ സൈനും പോസിറ്റീവ് ആണ്, കുഴപ്പമില്ല. അപ്പൊ നെസസറി കണ്ടീഷൻ ഓക്കെ, ക്ലിയർ. സോ നമുക്ക് നെസസറി കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, വി ഹാവ് ടു ചെക്ക് വെദർ ദ സഫിഷ്യന്റ് കണ്ടീഷൻ ആൾസോ. ഓക്കെ, സോ സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് എ റൂട്ട് അറേ. ഓക്കെ, റൂട്ട് അറേ നമുക്ക് വേണം. ഓക്കെ, ആ റൂട്ട് അറേയിൽ സപ്പോസ് n ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് അറേയിൽ n+1 റോ ഉണ്ടായിരിക്കും. ഇവിടെ എന്റെ വാല്യൂ എത്രയാണ്? 3. സോ 3 + 1 4 റോ ഉണ്ടായിരിക്കും. സോ ആണ് s³ s² s⁻², s². അങ്ങനെ 4 റോ ഞാൻ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, അതിൽ ഫസ്റ്റ് 2 റോ, ഈ 2 റോയും നമുക്ക് എൻട്രി ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ ആ എസിന്റെ ആൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് എടുത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് 2 റോ എൻറ്റർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് റോ s³ റോ, അതായത് ഫസ്റ്റ് റോ എങ്ങനെ എൻറ്റർ ചെയ്യും? ആണോ, s³ കോഎഫിഷ്യന്റ് എടുക്കുക, s² എടുക്കേണ്ട കാര്യമില്ല. ദെൻ s⁻1 വേറെ വേണ്ട. സോ ഈ 4ഉം 2ഉം എടുത്താണ് എന്റെ ഫസ്റ്റ് റോയുടെ എൻട്രി ഞാൻ നടത്തിയത്. കിട്ടിയോ? ഓക്കെ, അടുത്ത സെക്കൻഡ് റോ എന്തൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു? 3s² നമ്മൾ എടുത്തിട്ടില്ല, 5ഉം നമ്മൾ എടുത്തിട്ടില്ല. ആ രണ്ട് ടേംസ് കൊണ്ട് കൊടുത്തപ്പോൾ എന്റെ രണ്ടാമത്തെ റോയുടെ എൻട്രിയും ആയി. ഓക്കെ, സോ ഫസ്റ്റ് 2 റോ എനിക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ. സോ ഫസ്റ്റ് 2 റോ വെച്ചിട്ടാണ് മൂന്നാമത്തെ റോ ഞാൻ എഴുതാൻ പോകുന്നത്. സോ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? പറഞ്ഞു എങ്ങനെ നമ്മൾ എഴുതുക? തേർഡ് റോയിലെ ഫസ്റ്റ് ഈ ഇവിടുത്തെ എലമെന്റ് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതാം, 3 × 2 - 4 × 5/3. ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ആൻസർ കിട്ടും. മൂന്നാമത്തെ റോയുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഉണ്ടോ, നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടും. ദാറ്റ് ആൻസർ ഈസ് -4.66. ആ പ്രൊസീജിയർ മനസ്സിലായല്ലോ. എങ്ങനെ? 3 × 2 - 4 × 5/3 ചെയ്യുമ്പോഴത്തേക്കും ആൻസർ -4.6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, കാരണം എന്താ? 0. ഇവിടെ ഒന്നും 3 × 0, 3 × 0 - 0 × 4/3 ചെയ്യുമ്പോൾ 0. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ തേർഡ് റോയിൽ എൻട്രിയുമായി. ഇനി ഫോർത്ത് റോയിൽ എൻട്രി എങ്ങനെ എഴുതും? സോ ഫോർത്ത് റോയിൽ എങ്ങനെ എഴുതാം? പ്രൊസീജിയർ ഇത് തന്നെയാണ്. -4.66 × 5 മൈനസ്, ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതിനകത്ത് 0 × 3 -4.66. എന്താ പറയാം? -4.66 × 5 -0 × 3 -4.66 ചെയ്യുമ്പോൾ ആൻസർ വി ഗെറ്റ് 5. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് റൂട്ട് അറേ നമുക്ക് കിട്ടുക. സോ റൂട്ട് അറേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ പറയുന്നത് ഈ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം അല്ലെ? 4 3 -4.66 5. ഓക്കെ, സോ ഫസ്റ്റ് കോളത്തിന്റെ എല്ലാ എലമെന്റ്സും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ. ഓക്കെ, ഇവിടെ എല്ലാ എലമെന്റ്സും പോസിറ്റീവ് അല്ല അല്ലെ? 4 3 -4.6 മൈനസ് വന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് ഉറപ്പായി. ചിലപ്പോൾ ചോദിക്കും എത്ര പോൾസ് RHS-ലുണ്ട് എന്ന് ചോദിക്കും. ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പോൾസ് ഉണ്ടായിരിക്കും? 3 പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ സിസ്റ്റത്തില് ഔട്ട് ഓഫ് 3 ഹൗ മെനി പോൾസ് ആർ എക്സിസ്റ്റ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് എസ് പ്ലെയിൻ? എസ് പ്ലെയിന്റെ RHS-ൽ എത്ര പോൾസ് ഉണ്ടെന്ന് ചോദിക്കും. ഓക്കെ,
അപ്പം ഈ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളത്തില് എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾ RHS ഉണ്ടായിരിക്കും. നോക്കിയും നമുക്ക് സൈൻ ചേഞ്ച് ചെക്ക് ചെയ്യാം. 4 to 3 ചെക്ക് ചെയ്തപ്പോഴത്തേക്കും +4 to +3 there is no sign change. +3 to -4.6 is there is a sign change. -4.6 to +5 there is a sign change. അപ്പോൾ ഇവിടെ രണ്ട് സൈൻ ചേഞ്ചസ് ആണുള്ള. 3ൽ നിന്ന് -4 പോകുമ്പോഴത്തേക്കും സൈൻ ചേഞ്ച്, -4.6 നിന്ന് +5 വരുമ്പോഴത്തേക്കും സൈൻ ചേഞ്ചസ്. ഓക്കെ, സോ ഔട്ട് ഓഫ് 3 2 poles are exist in the right hand side of the S-plane. RHS ഒരു പോളെങ്കിലും ഉണ്ടെങ്കിൽ which means it is unstable. Okay, so RHS രണ്ട് പോൾ ഇല്ലേ? രണ്ട് പോൾ ഉണ്ട്. So the system is unstable. Okay, so ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ എഴുതേണ്ടത് the number of sign changes in the first column is 2. അത് എവിടേക്കാ? ഞാൻ പറഞ്ഞു 3 to -4.6 ഉം -4.6 to 5 ഉം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Okay, so the number of roots are lying in the RHS of S-plane is equal to 2. എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾസ് S-planeലെ RHS ഉണ്ടായിരിക്കും. And hence the system is unstable. Okay, ready? Clear ആയോ? Okay, അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഏതോ ഒരു സിസ്റ്റം 1 + g of s h of s സോൾവ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്പെഷ്യൽ ടൈപ്പ് ആണ്. കാൽക്കുലേഷൻ ഇക്വേഷൻ ഉണ്ട്. 1 + g of s h of s സോൾവ് ചെയ്ത് റെഡിമെയ്ഡ് സാധനം നമ്മുടെ കയ്യിലുണ്ട്. s6 + 2s5 + 8s4 + 12s³ + 20s² + 16s + 16 = 0. ഈ സാധനം കാൽക്കുലേഷൻ ഇക്വേഷൻ നമുക്കുണ്ട്. ചെക്ക് വെദർ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഓക്കെ, സോ സഫിഷ്യന്റ് നെസസറി കണ്ടീഷൻ ഓക്കെ ആണല്ലേ? എല്ലാ പവേഴ്സും അവൈലബിൾ ആണ്, സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഫോർ ദാറ്റ് വി നീഡ് ദ റൂത്ത് ടേബിൾ. സോ റൂത്ത് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഓർഡർ എത്രയാണ്? എസിന്റെ ഹയസ്റ്റ് പവർ 6 ആണ്. സോ വി നീഡ് 6 + 1 7 റോ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഓരോ റോ ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് 2 റോ നമുക്ക് എൻ്റർ ചെയ്യാൻ എളുപ്പമല്ലേ? അല്ലേ? ഫസ്റ്റ് റോയിൽ എന്ത് വരും? 6ന്റെ കോയിഫിഷ്യന്റ് 5 എടുക്കില്ല, 4 എടുക്കും. S³ കോയിഫിഷ്യന്റ് എടുക്കും. സോറി, S³ എടുക്കില്ല, S² എടുക്കും, S എടുക്കുന്നില്ല, കോൺസ്റ്റന്റ് എടുക്കും. അപ്പം S6 എടുക്കും, S4 എടുക്കും, S² എടുക്കും, കോൺസ്റ്റന്റ് ടൈം എടുക്കും. ഓക്കെ, അത് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എന്ത് എടുക്കാത്തത് എന്തൊക്കെയുണ്ട്? S5 എടുക്കത്തില്ല, S³ എടുത്തിട്ടുണ്ടായില്ല, ഇപ്പോൾ എടുക്കും. S1 നേരത്തെ എടുത്തിട്ടുണ്ടായില്ല, ഇപ്പോൾ എടുക്കും. സോ ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് 2 റോ നമുക്ക് ഇങ്ങനെ എഴുതാം. കുഴപ്പമില്ലല്ലോ. S6 ഉം S5 നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ എസിന്റെ കോയിഫിഷ്യന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് 2 റോ എൻ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് സെക്കൻഡ് റോ നോക്കി. S5 റോ കമ്പ്യൂട്ടേഷൻ വേണ്ടി കുറച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? The elements of S5 can be divided by 2 so that the calculation will become simplified. Okay, so simplify ചെയ്ത് സംഭവം എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, സോ S6 ഉം S5 അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുഴപ്പമില്ല. 2 6 12 16 ഇത് 2 വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 6 8. സോ നമുക്ക് എവിടെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ആൻസറിലോട്ട് എത്താം. ഓക്കെ, 2ഉം 12ഉം 16 വെച്ച് ചെയ്താലും കുഴപ്പമില്ല. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 1ഉം 6ഉം 8ഉം ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി S4 നമ്മൾ ഫസ്റ്റ് 2 റോ നമ്മൾ എഴുതിയില്ലേ ഇവിടെ? 6ഉം S5ഉം. ഈ 2 റോയുടെ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ റോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ശരി. മൂന്നാമത്തെ റോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യും. എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. എങ്ങനെയായിട്ട് നോക്കി. 1 × 8 - 1 × 6/2 റിസൾട്ട് 2 എന്ന് കിട്ടത്തില്ലേ? 1 × 8 8 8 - 6 2 2/1 2. Similarly 1 × 20 അപ്പൊ 20 കിട്ടും. 1 × 8 8 20 - 8 ആകുമ്പോഴത്തേക്കും 12 12 ഇവിടെ അല്ലേ? ഉണ്ട്. ഓക്കെ, അടുത്തത് 1 × 16 ഇവിടെ ഒന്നുമില്ല, 0 0 × 1 0 16 ഇവിടെ എങ്ങനെ എഴുതി? അപ്പോൾ 2ഉം 12ഉം 16 അല്ലെ? അപ്പൊ നമുക്ക് കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 2 വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെ? സോ ഇവിടെ ഈ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആദ്യം 1 പിന്നെ 6
പിന്നെ 8 കണ്ടോ. ഓക്കെ, ഇങ്ങനെ വന്നു. അപ്പോ ഇപ്പൊ ഇനി മൂന്നാമത്തെ റോ കിട്ടി. സെക്കൻഡും തേർഡും റോ വെച്ചിട്ടാണ് എനിക്ക് ഫോർത്ത് റോ എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി ഫോർത്ത് റോ നമുക്ക് എഴുതാം. എങ്ങനെ? 1 into 6 minus 1 into 6 by 0. എന്ത് കിട്ടും? 1 into 6 6. 6 minus 6 0. 0 കിട്ടും അല്ലേ? അടുത്ത് നോക്കി. 1 into 8 8 minus 1 into 8 8 minus 8 0. കണ്ടോ? അപ്പോ ഫുൾ 0 വന്നു. അപ്പോൾ ഫുൾ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള കമ്പ്യൂട്ടേഷൻ വളരെ പാടായിരിക്കും. താഴോട്ട് എല്ലാം 0 ഇൻഫിനിറ്റി മാറി മാറി വരും. സോ കമ്പ്യൂട്ടേഷൻ വിൽ ബിക്കം ഡിഫിക്കൽട്ട്. സോ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ ഇങ്ങനെ റൂട്ട് അറേ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഏത് റോ ആണോ ഫുൾ 0 ആവുന്നത് അതിന് തൊട്ട് മുകളിലത്തെ റോയുടെ, ഇപ്പൊ ഇവിടെ എസ് ക്യൂബിലെ റോ അല്ലേ 0 ആയത്. സോ ഏതെങ്കിലും ഒരു റോ ഫുൾ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏത് റോ ആണോ 0 ആയത്, എസ് ക്യൂബ് ഇവിടെ എസ് ക്യൂബ് ആണ്, അതിന്റെ തൊട്ട് മേലത്തെ റോ S⁴ റോ, ആ റോയുടെ എലമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതുന്ന അറിയാവോ? ഓക്സിലറി ഇക്വേഷൻ എ എന്ന് പറഞ്ഞെടുക്കാം. A is given by S⁴ അല്ലേ? സോ 1 into S⁴, ഇവിടെ നമ്മൾ എഴുതി S⁴ പ്ലസ് നമ്മളിവിടെ എല്ലാം ആൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഇവിടെ എല്ലാം ആൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് അല്ലേ? സോ S⁴ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എസ് ക്യൂബ് എടുക്കത്തില്ല, പകരം എന്ത് ചെയ്യും? S² എടുക്കും. സോ 6x², 6 ഇവിടെ ഉണ്ട്, 6x² പ്ലസ് 8 എടുക്കത്തില്ല, 8 മാത്രമേ എടുക്കുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഏത് റോ ആണോ ഫുൾ 0 ആയത് ആ റോയുടെ തൊട്ട് മേളത്തെ റോയുടെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ എലമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യും. ആ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ആൾട്ടർനേറ്റ് ആണ്, അതിന്റെ പവർ നമ്മൾ എടുക്കുക. ഓക്കെ, കാരണം നമ്മളെല്ലാം മെയിൻ മുതലേ ഫോളോ ചെയ്ത് വരുന്ന ആൾട്ടർനേറ്റ് പവർ ആണ്. ഓക്കെ, സോ S⁴ അല്ലേ? സോ S⁴ പ്ലസ് 6x² പ്ലസ് 8 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഈ ഓക്സിലറി ഇക്വേഷനെ നമ്മൾ എസ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് ദ ഓക്സിലറി ഇക്വേഷൻ എ വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പൊ എങ്ങനെ കിട്ടും? സോ dA/ds is equal to S⁴ നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 3s⁻³ അല്ലേ? പ്ലസ് 6x² നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12s പ്ലസ് 8 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. സോ 4ഉം 12 എന്ന് കിട്ടും. ഓക്കെ, സോ dA/ ആദ്യം നമ്മൾ ഏത് റോ ആണോ ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരികയാണെങ്കിൽ നമ്മൾ അത് വെച്ച് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പ്രയാസമാണ്. സോ വി മൂവ് ഫോർ എ ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി എങ്ങനെ എഴുതും? ഏത് റോ ആണോ ഫുൾ 0 ആയത് അതിന്റെ തൊട്ട് മേളിലത്തെ റോയുടെ കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതും. ഓർക്കുക, നമ്മൾ ആൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. സോ വി ഗെറ്റ് ഓക്സിലറി ഇക്വേഷൻ A. So differentiate A with respect to S, we get 4s³ plus 12s. Okay, so ഇപ്പോ ഈ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇപ്പൊ dA/ds ന്റെ വാല്യൂ എടുത്താണ് നമുക്ക് 0 കിട്ടില്ല, S³ ഇപ്പം 0 കിട്ടുക. സോ ഈ 0 പകരം എന്ത് എടുക്കുക? S³ S-ന്റെയും കോഎഫിഷ്യന്റ് കൊടുക്കുക. ഓക്കെ, 4ഉം 12ഉം കൊടുക്കുക. ഓക്കെ, സോ നമുക്കറിയാം 4ഉം 12ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് എഴുതാം? 4 ക്യാൻസൽ ചെയ്യാം, 1ഉം 3ഉം ആയിക്കൂടെ? 4ഉം 12ഉം അപ്പൊ എന്ത് ചെയ്യും? സോ നമുക്ക് കൊടുക്കാം. S³ കോഎഫിഷ്യന്റ് ഇപ്പൊ 0 അല്ല. അപ്പൊ എന്ത് കിട്ടും? 4ഉം 12ഉം ആണ് നമുക്ക് വരേണ്ടത്. സോ നമ്മൾ കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ 4നും 12നും 4 വെച്ച് ക്യാൻസൽ ചെയ്തപ്പോൾ 1ഉം 3ഉം എന്നെനിക്ക് കിട്ടി. ഓക്കെ, കിട്ടിയോ? ശരി, കിട്ടിയിട്ടില്ലോ? ഓക്കെ, ദെൻ ഇനി അടുത്ത S² റോ നമുക്ക് എഴുതും. എങ്ങനെ എഴുതും? S³ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ S³ ഈ S³ ഈ S⁴ റോ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് S² റോ എനിക്ക് എഴുതുന്നത്. അപ്പൊ ഞാൻ എഴുതും 1 into 6 minus 1 into 3 by 1 ചെയ്യുമ്പോൾ എനിക്ക് S² കിട്ടും. എന്ത് കിട്ടും? S² 3. ഓക്കെ, 1 into 6 minus 1 into 3 so 6 minus 3 by 1 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ അടുത്ത S² സെക്കൻഡ് എലമെന്റ് എന്ത് കിട്ടും? 1 into 8 മൈനസ് ഇവിടെ ഒന്നുമില്ല, 0 into 1 ആകുമ്പോൾ 0 1. സോ 8 minus 0 8 by 1 8 8 തന്നെ കിട്ടും. ഓക്കെ,
സോ ഇനി അടുത്ത് എസ് സ്ക്വയറിന്റെ S1 എങ്ങനെ കിട്ടും നോക്കി 3 into 3 9 minus 1 into 8 8 3 minus 8 1 1/3 ഇപ്പൊ എന്ത് കിട്ടും 0.33 കിട്ടും ഓക്കെ അടുത്ത് S0 0.33 into 8 മൈനസ് ഒന്നുമില്ല 0 into 3/0.33 അപ്പോൾ എനിക്ക് 8 എന്ന് എനിക്ക് കിട്ടും പിടിയോ 8 എന്ന് എനിക്ക് കിട്ടും സോ ഇതാണ് എന്റെ റൂട്ട് അറേ പിടിയോ റൂട്ട് അറേ പിടിയോ സോ ആദ്യം നെസസറി കണ്ടീഷൻ നോക്കി എല്ലാം ഓക്കെ ആണ് സോ സഫീഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ റൂട്ട് അറേ എഴുതുന്നു റൂട്ട് അറേയിൽ 6 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 6+1 റോ ഞാൻ ഇവിടെ എഴുതി ചെയ്ത് വന്നപ്പോഴത്തേക്കും എസ് ക്യൂബിന്റെ റോ ഫുൾ 0 വന്നു so full 0 വന്നു കഴിഞ്ഞാൽ the computation will become difficult so we move for an auxiliary equation for that we take the coefficient of s raised to 4th row so we get auxiliary equation as s raised to 4 plus 6 s square plus 8 so differentiating that auxiliary equation a with respect to s and we get 4 s cube plus 12s okay so അതിന്റെ കോഎഫിഷ്യന്റ് ആണ് എടുത്ത് നമുക്ക് ഏത് റോ ആണോ എസ് ക്യൂബിന്റെ റോയ്ക്ക് കൊടുക്കുക 0 പകരം ഇപ്പൊ എന്ത് ചെയ്തു 4 12 കൊടുക്കും സോ 4 12 കമ്പ്യൂട്ട് ചെയ്യാൻ പ്രയാസമായത് കാരണം സിംപ്ലിഫൈ ചെയ്ത് 1 3 എന്ന് എടുത്തിട്ട് സോ ബാക്കി പ്രൊസീജിയർ ഫോളോ ചെയ്ത് വരും ഓക്കെ ഇപ്പൊ എനിക്ക് എന്റെ റൂട്ട് നമ്മുടെ എന്താ നമ്മുടെ ഇത് കിട്ടി റൂട്ട് അറേ കിട്ടി സോ ഇനി റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കി എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഓക്കെ പക്ഷെ ഇവിടെ നോക്കി ഇവിടെ എല്ലാം 1 1 1 0 അല്ല അതിന് പകരം 1 3.38 അപ്പോൾ സ്റ്റേബിൾ ആണ് അല്ലെ സ്റ്റേബിൾ ആണ് വരേണ്ടത് പക്ഷേ ഇവിടെ ഈ ഓക്സിലറി ഇക്വേഷൻ വന്നത് കാരണം even though all the system is positive the system may not be stable system stable ആവണമെന്നില്ല പകരം എന്തായിരിക്കും മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും കാരണം എന്താ ഇവിടെ ഒരു ഓക്സിലറി ഇക്വേഷൻ വന്നില്ലേ അതായത് ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എടുക്കുന്ന കേസ് വന്നില്ലേ ഒരു റോ ഫുൾ 0 വന്നില്ലേ സോ ഒരു റോ ഫുൾ 0 ആയതുകൊണ്ട് ഇത് സ്റ്റേബിൾ അല്ല പക്ഷെ മാർജിനലി സ്റ്റേബിൾ ആണ് മാർജിനലി സ്റ്റേബിൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നമ്മളൊരു ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് LHS ഇത് RHS ഓക്കെ പോൾസ് RHS ആണെങ്കിൽ അൺസ്റ്റേബിൾ LHS ആണെങ്കിൽ സ്റ്റേബിൾ ഈ j omega ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാർജിനലി സ്റ്റേബിൾ എന്ന് അർത്ഥം ഓക്കെ സോ ഇവിടെ ഈ j omega ആക്സിസ് കോംപ്ലക്സ് പ്ലെയിൻ ആണ് കോംപ്ലക്സ് ആക്സിസ് അല്ലേ സോ ഇവിടെ ഒരെണ്ണം വഴി നിൽക്കത്തില്ല കോംപ്ലക്സ് ആയിരിക്കും നിൽക്കുക ഒരെണ്ണം ഇവിടെ അപ്പർ പാർട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ലോവർ പാർട്ടിലും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഉണ്ടായിരിക്കും ഓക്കെ സോ നമുക്ക് എത്ര ഓർഡർ എത്രയാ 6 ആണ് ഓർഡർ അപ്പോ ഔട്ട് ഓഫ് 6 പോൾ ഉള്ളതില് 4 പോള് സോറി 6 പോൾസ് ആണ് ഉള്ളത് അതില് 2 പോള് മാർജിനൽ ആക്സിസ് നിൽക്കും ബാക്കി 4 പോള് LHS ഓക്കെ സോ അങ്ങനെ പോള് ഈ ഇമാജിനറി ആക്സിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം വിൽ ബിക്കം മാർജിനലി സ്റ്റേബിൾ പിടിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ ഇവിടെ ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരുന്ന കേസ് അല്ലെങ്കിൽ ഇതുപോലെ ഓക്സിലറി ഇക്വേഷൻ വരുന്ന കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുക അവിടെ നെഗറ്റീവ് ആണെങ്കിൽ അൺസ്റ്റേബിൾ പക്ക അൺസ്റ്റേബിൾ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സ്റ്റേബിൾ എന്ന് എഴുതരുത് പകരം മാർജിനൽ സ്റ്റേബിൾ എന്നേ എഴുതാവൂ കാരണം ഒരു റോ ഫുൾ 0 വരികയാണെങ്കിൽ അവന്റെ അർത്ഥം ഈ j omega ആക്സിസില് പോൾസ് നമ്മൾ ആ ഇമാജിനറി ആക്സിസില് പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന അർത്ഥം ആ ഇമാജിനറി ആക്സിസിൽ പോൾസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം വിൽ ബിക്കം മാർജിനലി സ്റ്റേബിൾ ഓക്കെ ഇവിടെ S6 ആണ് ഓർഡർ സോ 6 ഓർഡർ ആണെന്നുണ്ടെങ്കിൽ 6 പോൾ ഉണ്ടാവും എന്നർത്ഥം 6 പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ j omega ആക്സിസിലെ 2 പോള് ഉണ്ടായിരിക്കും ഓക്കെ ബാക്കി എത്രയാണ് 6 ൽ 2 j omega ആക്സിസ് ഉണ്ടെങ്കിൽ ബാക്കി 4 എണ്ണം LHS ലായിരിക്കും ഓക്കെ 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 So on examining the elements of first column of root array, it is observed that there is no sign changes illa. Okay. So the row will all 0 indicate that possibility of root on imaginary axis. And അതായത് എല്ലാ റോയും 0 വന്നു കഴിഞ്ഞാൽ അവന്റെ അർത്ഥം
the possibility of roots in imaginary axis. Imaginary axis roots ഉണ്ടായിരിക്കും. ഇമാജിനറി ആക്സിസിലെ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. സോ രണ്ടെണ്ണമായിട്ട് ഇമാജിനറി ആക്സിസ് നിൽക്കത്തുള്ളൂ. സോ 6 എണ്ണത്തില് 2 എണ്ണം ഇമാജിനറി ആക്സിസ് നിൽക്കും, ബാക്കി 4 എണ്ണം LHS നിൽക്കും. ഓക്കെ, സോ ഇമാജിനറി ആക്സിസിൽ ഒരു പോളെങ്കിലും വന്നു കഴിഞ്ഞാൽ which means that the system is marginally stable. ഓക്കെ, മറന്നു പോകരുത്, ഇതൊരു സ്പെഷ്യൽ കേസാണേ. ഏതെങ്കിലും ഒരു റോ ഫുൾ സീറോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എടുക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. S⁵ plus 2S⁴ plus 2S³ plus 4S² plus 3S plus 6 equal to 0. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. സോ ഇവിടെ കാറ്റഗറി ഇക്വേഷൻ ആൾറെഡി തന്നിട്ടുണ്ട്. സോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആൾറെഡി ഉണ്ട്. സോ 5 ആണ് ഓർഡർ. നമ്മൾ നെസസറി കണ്ടീഷൻ ഓക്കെ ആണ്, എല്ലാ പവേഴ്സും ഉണ്ട്. 5, 4, 3, 2 കോൺസ്റ്റന്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ എല്ലാത്തിന്റെയും എലമെന്റ്സ് സൈൻ പോസിറ്റീവ് ആണ്. സോ നെസസറി കണ്ടീഷൻ ഓക്കെ. ദെൻ സഫിഷ്യന്റ് കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് റൂത്ത് ടേബിൾ. സോ റൂത്ത് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 5 + 1 6 റോ നമുക്ക് ഉണ്ടാവണം. സോ ഓക്കെ, 6 റോയിൽ ഫസ്റ്റ് 2 റോ നമുക്ക് ഈ കാറ്റഗറി ഇക്വേഷനിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഫസ്റ്റ് റോയിൽ എന്ത് വരും? S⁵, S³ S. സെക്കൻഡ് റോയിൽ എന്ത് വരും? S³ S² കോൺസ്റ്റന്റ് ടൈം. ഓക്കെ, സോ അത് രണ്ടും നമ്മൾ എഴുതി. ഓക്കെ, എഴുതി. വേണമെങ്കിൽ സെക്കൻഡ് റോ വേണമെങ്കിൽ കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിൽ വേണമെങ്കിൽ 2, 4, 6 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ 2 റോ ഞാൻ എഴുതി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ആൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് എടുത്ത് ഫസ്റ്റ് 2 റോ ഞാൻ അങ്ങ് എടുത്തെഴുതി. സോ ഈ എഴുതിയ 2 റോ വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ റോയിലോട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പോവേണ്ടത്. അങ്ങനെ കിട്ടും. ഓക്കെ, 2 × 2 4 minus 1 × 4 4 by 2. 4 × 4 ആവുമ്പോൾ തന്നെ എന്ത് കിട്ടും? 4 - 4 0 അല്ലേ? അത് നോക്കണ്ട. സോ S³ 0 ഇവിടെ വരും. അടുത്ത ആണെങ്കിലോ 2 × 3 6 minus 1 × 6 6. സോ 6 - 6 ആകുമ്പോൾ 0. ഓക്കെ, ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾ നോക്കണ്ട, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, സോ ഇതിങ്ങനെ നമ്മൾ നോക്കണ്ട. സോ നമ്മുടെ S³ റോ എങ്ങനെ വന്നു? ഫുൾ 0 വന്നു. ഓക്കെ, സോ നമ്മൾ നേരത്തെ കേസ് റിപ്പീറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഏത് റോയാണോ 0 വന്നത് അതിന്റെ തൊട്ട് മേളിലത്തെ റോയുടെ കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ റോയിലെ 0 വന്നത് S³. സോ S⁴ പവർ ഉപയോഗിച്ചിട്ട് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 2S⁴ plus 4S² plus 6 equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ വരാൻ പോകുന്നത്. നോക്കുക, ഓക്സിലറി ഇക്വേഷൻ എഴുതും. ഓക്സിലറി ഇക്വേഷൻ A is equal to 2S⁴ plus 4S² plus 6 equal to 0 എന്നിനി കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷനെ S വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2S⁴ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8S³ അല്ലേ? 8S³ plus 4S² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 8S plus 6 ഡിഫറൻഷിയേറ്റ് 0. സോ 8S³ plus 8S equal to 0 എന്ന് കിട്ടും. ഈ കിട്ടിയ കോഎഫിഷ്യന്റ് S³ S-ന്റെയും കോഎഫിഷ്യന്റ് എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കണം, ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഏത് റോയാണോ ഫുൾ 0 ആയത് അവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതി അതിന്റെ S വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ആ ഇക്വേഷന്റെ S-ന്റെ കോഎഫിഷ്യൻസ് എടുത്ത് 0 പകരം അങ്ങ് കൊടുക്കുക. കണ്ടോ? അപ്പം 0 പകരം എന്ത് കൊടുത്തു? ഈ 8 അങ്ങ് കൊടുത്തു. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇപ്പൊ ഇനി S³ പകരം ഇനി 0 നോക്കണ്ട, ഈ 8 ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ശരി. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല ഇപ്പൊ ഓരോ സിംപ്ലിഫൈ ഇല്ല നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത S² റോ എനിക്ക് വേണം. അപ്പൊ എങ്ങനെ വരും? S³ S⁴ ഇത് നോക്കണ്ട കേട്ടോ, ഇത് നോക്കണ്ട, ഇതിന്റെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 8 × 4 minus 2 × 8 by 8. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. 8 × 4 ആകുമ്പോൾ 32. 32 minus 2 × 8 ആകുമ്പോൾ 16. 32 minus 16 by 8. അപ്പൊ എത്ര കിട്ടും? നിങ്ങൾ അതിന് ചെയ്ത് നോക്കുക.
എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ ഫൈൻ. ഇനി ഇവിടുത്തെ എലമെന്റ് എങ്ങനെ കിട്ടും വെച്ചാൽ 0 into 8 സോറി 8 into 6 minus 2 into 8 by 8 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. പ്രൊസീജർ ഞാൻ പറഞ്ഞുതരാം. 8 into 6 that is 48 minus 2 into 8 that is 16. 48 minus 16 by 8 ചെയ്യുമ്പോൾ you get the number as 6. ഓക്കെ 6 എന്ന് കിട്ടും. ഓക്കെ ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം സിംപ്ലിഫൈ ചെയ്തല്ലേ ചെയ്തേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തും ചെയ്യാത്തതായിട്ട് നമുക്ക് നോക്കാം. ഇനി എസ് ക്യൂവും എസ് സ്ക്വയറും വെച്ചിട്ടാണ് S100 എലമെന്റ്സ് ഇവിടെ എഴുതാൻ പോകുക. 2 into 8 minus 8 into 6 by 2. 2 into 8 ആകുമ്പോൾ 16 minus 8 into 6 ആകുമ്പോൾ 48. സോ 16 minus 48 by 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൈനസ് 16 എന്ന് കിട്ടും. ഓക്കെ ഇവിടെ നമുക്ക് 0 കിട്ടും. അവിടെ നമുക്ക് കാണുന്നത് 2 into 0 minus 0 into 8 ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. ഓക്കെ ഇനി അടുത്തത് മൈനസ് 16 into 6 മൈനസ് 2 into 0 by minus 16 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഓക്കെ സോ ഇതാണ് എൻ്റെ റൂട്ട് അറേ. റേഡിയോ എൻ്റെ റൂട്ട് അറേ ഇങ്ങനെ വരും. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാതെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ ഇന്ന് കാണിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ എടുത്ത് ഇത് ഞാൻ ഒരിടത്തും സിംപ്ലിഫൈ ചെയ്തില്ല. അതുപോലെ തന്നെ എടുത്തത്. വേണമെങ്കിൽ 2നെയും 4നെയും 6നെയും സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്തില്ല. ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഇട്ട് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാനായിട്ട് സാധിക്കും എന്താ ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്തായിരിക്കും. ഇതാണ് എൻ്റെ റൂട്ട് അറേ. റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ഞാൻ ചെക്ക് ചെയ്തു. റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഇതാണ് എൻ്റെ റൂട്ട് അറേ. റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 1 2 8 2 minus 16 6. സോ ഇവിടെ മൈനസ് ഒന്നില്ലേ, മൈനസ് ഒന്നുകൊണ്ട് അൺസ്റ്റേബിൾ, മൈനസ് വന്നുകൊണ്ട് അൺസ്റ്റേബിൾ. ഓക്കെ സോ മൈനസ് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ സോ ഇവിടെ ഒരു റോ ഫുൾ 0 വന്നില്ലേ, ഓക്സിലറി ഇക്വേഷൻ വന്നില്ലേ. സോ ഓക്സിലറി ഇക്വേഷൻ വന്നുകൊണ്ട് പോൾസ് ഇമാജിനറി ആക്സിസിലും വരാം. ഓക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലേ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ഇത് വന്നില്ലേ, ഒരു ഓക്സിലറി ഇക്വേഷൻ എടുക്കേണ്ട കേസ് വന്നില്ലേ, ഒരു റോ ഫുൾ 0 വന്നില്ലേ. 0 വന്നതുകൊണ്ട് രണ്ട് പോൾ ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഇമാജിനറി ആക്സിൽ എവിടെയെങ്കിലും ആയിരിക്കും. രണ്ട് പോൾ ഇവിടെ എടുത്ത് എഴുതി. ഓർഡർ എത്രയാണെന്ന് അറിയോ? 5 ആണെങ്കിൽ 5 പോളാ ഉള്ളേ. ഔട്ട് ഓഫ് 5 2 പോള് ഇമാജിനറി ആക്സിസിലായിരിക്കും. ഇനി RHS എത്ര പോൾ ഉണ്ടായിരിക്കും? റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളത്തില് എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾസ് RHS ഉണ്ടായിരിക്കും. അപ്പൊ സൈൻ ചേഞ്ചസ് നമുക്ക് നോക്കാം. 1 2 2 plus 1 2 plus 2 there is no sign change. 2 2 plus 8 there is no sign change. Okay, plus 8 to 2 there is no sign change. But 2 2 minus 16 there is a sign change. Minus 16 to plus 6 there is a sign change, which means രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ടെന്ന് അർത്ഥം. റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളത്തില് രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ടെന്ന് അർത്ഥം അല്ലെ. സോ വിച്ച് മീൻസ് ഈ RHS ഈ ഭാഗത്ത് എവിടെയോ രണ്ട് പോൾസ് ഉണ്ട്. ഓക്കെ RHS ഒരു പോളെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ഓക്കെ സോ ഇനി എത്ര എണ്ണം പെൻഡിങ് ഉണ്ട്? ഒരു പോൾ LHS എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ ഇത് LHS, ഇത് RHS, ഇത് നമ്മുടെ ഇമാജിനറി ആക്സിസ്. ഓക്കെ സോ ഇങ്ങനെയാണ് പോൾസ് വരിക. ഓക്കെ ഇതെങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ ഫസ്റ്റ് റൂട്ട് കോളം ചെക്ക് ചെയ്യുക, റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുക. എത്ര സൈൻ ചേഞ്ചസ് ഉണ്ട്? ഇവിടെ മാത്രമേ സൈൻ ചേഞ്ചസ് ഉള്ളൂ. രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ട്. രണ്ട് സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഈ RHS രണ്ട് പോൾ ഉണ്ടായിരിക്കും. രണ്ട് പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ ഇനി ഇതാ ഒരു റോ ഫുൾ 0 കേസ് വന്നില്ലേ, അത് ഒരു ഓക്സിലറി ഇക്വേഷൻ വരേണ്ട കേസ് വന്നില്ലേ. സോ വിച്ച് മീൻസ് ഇമാജിനറി ആക്സിസിൽ രണ്ട് പോൾസ് ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് രണ്ട് പോൾസ്. ഓക്കെ സോ 5 പോൾ ഉള്ളതില് രണ്ടെണ്ണം RHS, കാരണം സൈൻ ചേഞ്ചസ് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഇമാജിനറി ആക്സിസിൽ, കാരണം നമ്മുടെ ഒരു റോ ഫുൾ 0 വന്നു, 4 എണ്ണം. ബാക്കി ഒരെണ്ണം LHS ആയിരിക്കും. ഒരു പോളെങ്കിലും RHS ഉണ്ടെങ്കിൽ the system become unstable എന്നർത്ഥം. റെഡിയോ? ഓക്കെ സോ അവന്റെ റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതും? The number of sign changes in the first column is equal to 2. So
The two roots are lying in the RHS of S plane. Okay, അതുകൊണ്ട് തന്നെ the system is unstable. Okay, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു റിസൾട്ട് കൊണ്ട് പറയാം. അതായത് ഈ ജെ ഒമേഗ ആക്സിസിലെ രണ്ട് പോൾസ് ഉണ്ട്. ഇമാജിനറി ആക്സിസ് രണ്ട് പോൾ ഉണ്ട് എന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിടിയോ ഈ ക്വസ്റ്റ്യൻ പിടിയോ? ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. അത് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പിടിയോ? സോ SS5 എന്ന് വെച്ചാൽ അതിനർത്ഥം അതിന്റെ ഓർഡർ 5 ആണ്. 5 പോൾ ഉണ്ട്. 5 പോൾ ഉള്ളതിൽ നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് 2 ആയത് കാരണം RHS ൽ 2 പോള്. ആ ഒരു റോ ഫുൾ 0 ആയത് കാരണം ആ ഇമാജിനറി ആക്സിസിൽ രണ്ട് പോൾ വരും. പിന്നെ LHS ൽ ഒരു പോൾ വരും. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, RHS ൽ ഒരു പോളിന് വന്നു കഴിഞ്ഞാൽ the system will become unstable. ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഏതൊരു ക്വസ്റ്റ്യൻ അതിന്റെ ക്യാരക്ടർ ഇക്വേഷൻ തരുന്നുണ്ട്. S7 പ്ലസ് 9 S6 പ്ലസ് 24 S5 പ്ലസ് 24 S4 പ്ലസ് 24 SQ പ്ലസ് 24 S square പ്ലസ് 23 S പ്ലസ് 15 equal to 0. Determine the location of the roots and estimate ചെക്ക് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, സോ നമുക്ക് നെസസറി കണ്ടീഷൻ ഓക്കെ ആണ് അല്ലേ? എല്ലാ പവർ ഉണ്ട്, എല്ലാത്തിന്റെ എലിമെന്റ്സ് പോസിറ്റീവ് ആണ്. ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെ നമുക്ക് ഇനി സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റൂത്ത് ടേബിൾ വേണം. 7 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 7 + 1 മൊത്തം 8 റോ നമുക്ക് വേണം. ആ 8 റോയിൽ നമുക്ക് 2 റോ ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ട് അങ്ങ് എടുത്തേക്കാം. ആദ്യത്തെ റോയിൽ എന്തൊക്കെ എഴുതാം? SS7 എഴുതാം 1, SS5 24 ഇവിടെ ഉണ്ട്, 24 ഇവിടെ ഉണ്ട്, S ക്യൂബിന്റെ പവർ 24 ഇവിടെ ഉണ്ട്, S റൈസിന്റെ പവർ 23 ഇവിടെ ഉണ്ട്. ഫൈൻ. അടുത്ത് എന്തൊക്കെ മിസ്സിംഗ് ഉണ്ട്? 9 ഇവിടെ എഴുതി, SS4 24 ഇവിടെ എഴുതി, S സ്ക്വയറിന് 24 ഇവിടെ എഴുതി, ആ കോൺസ്റ്റന്റ് 15 എടുത്ത് എഴുതി. എളുപ്പത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ, സോ ഈ കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് SS6ന്റെ റോയിന് വേണമെങ്കിൽ 3 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ഞാൻ സിംപ്ലിഫൈ ചെയ്തില്ല, പക്ഷെ സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ, വേറെ ഒരു ഫസ്റ്റ് റോയിൽ ഒരു മാറ്റം വന്നില്ല. സെക്കൻഡ് റോയിന് ഞാൻ 3 വെച്ച് സിംപ്ലിഫൈ ചെയ്തു, 3 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വന്നു. സോ ഈ രണ്ട് എലമെന്റ്സ് വെച്ചിട്ടാണ്, ഈ രണ്ട് റോ വെച്ചിട്ട് മൂന്നാമത്തെ റോ എനിക്ക് ചെയ്യും. എങ്ങനെയാ ചെയ്യുന്നത്? 3 × 24 മൈനസ് 1 × 8/3 ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെന്റ് കിട്ടും. ഓക്കെ, ഉണ്ടോ? അത് SS5 കിട്ടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി. 3 × 24 ഉണ്ടോ? 3 × 24 നിങ്ങൾ നോക്കിക്കോണേ. 3 × 24 ഇവിടെ ഉണ്ട്, എല്ലാം കിടപ്പുണ്ട്. 3 × 24 മൈനസ് 8 × 1/3 ചെയ്യുമ്പോൾ 21.3 തന്നെ കിട്ടും. അടുത്തത് 3 × 24 മൈനസ് 1 × 8/3 which means 21.33. ഓക്കെ, അടുത്തത് 3 × 23 മൈനസ് 1 × 5/3 ഉണ്ടോ? അത് ചെയ്യുമ്പോൾ 21.3 തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ വന്നു. സോ എൻ്റെ എലമെന്റ് സെയിം ആണ് അല്ലേ? അതിന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 21.33 ത്രൂ ഔട്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഇനി അങ്ങനെ കിട്ടി. ഇനി SS6ഉം SS5ന്റെയും എലമെന്റ്സ് ഉപയോഗിച്ച് എനിക്ക് SS4ന്റെ റോ എനിക്ക് എഴുതാം. SS4ന്റെ റോ എനിക്ക് എങ്ങനെ വരും? 1 × 8 മൈനസ് 3 × 1/5 1 ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. അടുത്തത് 1 × 8 മൈനസ് 3 × 1/1 ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത എലമെന്റ് കിട്ടും. 1 × 5 മൈനസ് ഇവിടെ ഒന്നുമില്ല, സോ 0 × 3/1 ചെയ്യുമ്പോൾ SS4 എലമെന്റ്സിൽ 5 5 5 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതിന് വേണമെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 5 വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ SS4ന്റെ എലമെന്റ് 1 1 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി SS4ന്റെയും SS5ന്റെയും റോ വെച്ചിട്ടാണ് ഞാൻ SS3 കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഓക്കെ, 1 × 1 മൈനസ് 1 × 1/0 0 കിട്ടും. അടുത്ത 1 × 1 മൈനസ് 1 × 1 0 കിട്ടും. അടുത്ത SS4 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ SS3 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫുൾ 0 വരും. ഓക്കെ, സോ നേരത്തെ കേസ് തന്നെയാണ്. ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് റോയാണോ ഫുൾ 0 വന്നത് അതിന്റെ തൊട്ട് മേലത്തെ റോയുടെ കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, SS4 അല്ലേ വന്നേ? ഓക്കെ, SS4
സോ 1 into s raised to 4 plus 1 into s square plus 1. കാരണം ആ ഓൾട്ടർനേറ്റ് കോഎഫിഷ്യന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ ഇങ്ങനെ. ഓക്കെ, ഇതിനെ a വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു x. we get 4s cube plus 2s എന്ന് കിട്ടും. ഓക്കെ, ഈ കിട്ടിയ 4നെയും 2നെയും എടുത്ത് ഏത് റോ ആണോ ഫുൾ സീറോ ആയത് അവിടെ കൊണ്ടങ്ങ് കൊടുക്കുക. 4ഉം 2 ക്ലിയർ ആയോ? 4ഉം 2ഉം കിട്ടും. ഈ വേണമെങ്കിൽ 4ഉം 2നും വേണമെങ്കിൽ ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എന്ത് കിട്ടും? 2 വെച്ച് സിംപ്ലിഫൈ 2 1 എന്ന് കിട്ടത്തില്ലേ? 2 1 എന്നും കിട്ടും. സോ എസ് ക്യൂബിന്റെ റോ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി 0 ആയിരുന്നു, ഫുൾ 0 ആയി. അത് വെച്ച് കമ്പ്യൂട്ട് ചെയ്യാൻ പ്രയാസമാണ്. സോ വി മൂവ് ഫോർ ഓക്സിലറി ഇക്വേഷൻ. അവനെ എസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിന്റെ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ 4ഉം 2 ആണ്. 4ഉം 2 കൊണ്ട് എഴുതി. ഫർദർ വേണമെങ്കിൽ ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് 2ഉം 1ഉം നേർക്കി എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതി. ഓക്കെ, ഇനി എസ് എസ് ടു 4ഉം എസ് ക്യൂബിന്റെയും റോ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് എസ് സ്ക്വയറിന്റെ റോ എനിക്ക് എഴുതേണ്ടത്. അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നത് 2 into 1 2 minus 1 into 1 1 2 minus 1 1 by 2. So we get 0.5. ഓക്കെ, റേഡിയോ. ഇനി അടുത്തത് 2 into 1 2 മൈനസ് ഇവിടെ ഒന്നുമില്ല, 0 into 1 0 by 2 ചെയ്യുമ്പോൾ ആൻസർ 1 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, അടുത്ത എസ് ക്യൂബിന്റെ ആണെങ്കിൽ എസ് എസ് 1 ആണെങ്കിലോ 0.5 into 1 0.5 minus 2 into 1 by 0.5 ചെയ്യുമ്പോഴത്തേക്കും we get answer as 0.3 എന്ന് എനിക്ക് കിട്ടും. -3 എന്ന് കിട്ടും. അടുത്ത എസ് 0 ആണെങ്കിൽ 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് റൂട്ട് അറേ എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും വരിക? സോ ഇതിന്റെ ഇവിടെ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് അൺസ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലൊക്കേഷൻ കൂടി പറയുന്നുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ലൊക്കേഷൻ കൂടി പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പോ ഔട്ട് ഓഫ് 7 ഓർഡർ എത്ര? 7 അല്ലേ? മീൻസ് 7 പോൾ ഉണ്ട്. 7 പോൾ ഉള്ളതില് ഓക്സിലറി ഇക്വേഷൻ എടുക്കേണ്ട കേസ് വന്നു. ഒരു ഫുൾ 0 ആയത് കാരണം 2 ഇമാജിനറി ആക്സിസിലായിരിക്കും. അപ്പൊ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി RHS എത്ര പോൾ ഉണ്ടെന്ന് നോക്കാം. നോക്കി, ഈ ബ്രൗൺ കളറിൽ മാത്രം നോക്കിയാൽ, ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് റൂട്ട് അറിയാം. 1 2 3 there is no sign change. 3 2 1 there is no sign change. 1 2 1 there is no sign change. 1 2 2 there is no sign change. 2 2 0.5 there is no sign change. 0.5 to -3 there is a sign change. -3 to +1 there is another sign change. കണ്ടോ? +0.5 നിന്ന് -3 ലോട്ട് വന്നപ്പോൾ there is a sign change. -3 നിന്ന് +1 എടുക്കുമ്പോൾ അവിടെ സൈൻ ചേഞ്ച്. സോ 2 സൈൻ ചേഞ്ച് ഉണ്ടെന്ന് അർത്ഥം. Okay, radio. So on examine the first column of the root array, it is found that 2 sign changes. Okay, അങ്ങനെ എന്ത് RHSലെ 2 പോൾസ് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ സിസ്റ്റം അൺസ്റ്റേബിൾ. radio, RHSലെ 2 പോൾ ഉണ്ടെന്ന് അർത്ഥം. hence it is unstable. radio. Okay, ശരി, ഇതാണ് ഈ ക്വസ്റ്റ്യൻ.